ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ കാലമായി ചെയ്തിട്ട്. അപ്പോൾ ഞാൻ നിൻ്റെ വീട്ടിലാണ്, കുറച്ച് ദിവസമായി വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഇന്നത്തെ പോലെ ഞാൻ എനിക്കുള്ള ചൂടുവെള്ളം കുടിക്കാനുള്ള ചൂടുവെള്ളം ഉണ്ടാക്കുകയാണ്. അപ്പോൾ എൻ്റെ ചൂടുവെള്ളം റെഡി ആയിട്ടുണ്ട്. ഇനി മോള് ഒന്ന് സ്കൂളിലുള്ളത് കൊണ്ട് മോൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ നമുക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണം. ഇന്ന് സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് നേരത്തെ നീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മീനെ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റൽ, വെള്ളം മാറ്റൽ, അതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഇവിടുന്ന് ബാക്കിൽ നിന്ന് നോക്കിയുള്ള കാഴ്ചകളാട്ടോ ഇത്. നല്ല ഒരു പച്ചപ്പും അത് മഴ പെയ്തിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. സമയം 7 മണി ആവണുള്ളൂ. നല്ല വെളിച്ചവും. നമ്മളെ വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ, ഇക്കടെ വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ എന്നും ഒരു വണ്ടികൾ മാത്രം കാണുള്ളൂ. ഇവിടെ വന്നപ്പോഴാണ് കുറച്ചൊക്കെ ഒരു സമാധാനമായത്. അങ്ങനെ വണ്ടി മാത്രം കണ്ട് സത്യം പറഞ്ഞാൽ ഒരു മടുപ്പായിരുന്നു. അപ്പോൾ ഇന്നലത്തെ സാമ്പാറുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നൊക്കെ കൂടി കണക്കാക്കി ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ രാവിലത്തെ എൻ്റെ ചായയും മോളുടെ ചായക്കാണ് റെഡിയാണ്. ഇവിടെ വന്ന് ചായ കൂടി തുടങ്ങും. അവിടെ ആകുമ്പോൾ ഒരു ഇങ്ങനെ കറക്റ്റായിട്ട് ഇതിലിങ്ങനെ പോകുമായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ എല്ലാം മടിയാണ്. അപ്പോൾ ഉമ്മ തലേന്ന് തന്നെ മാവ് അരച്ച് വെച്ചിരുന്നു. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാർ ഉണ്ടാക്കാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. അപ്പോഴാണ് ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പാക്കറ്റ് വന്നത്. അപ്പോൾ മോൻ നല്ല ഉറക്കാണ്. മോനുള്ളൊരു ഗിഫ്റ്റാട്ടോ. മോനക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള ഒരു സർപ്രൈസ് ഗിഫ്റ്റാണ്. കുറേ ദിവസമായി പറയണം എന്താ വരാത്തതെന്ന്. ഇന്നിപ്പോൾ അത് വന്നപ്പോൾ മൂപ്പരാൾ നല്ല ഉറക്കും. സാധാരണ 9-10 മണിക്ക് നീക്കിനാണ്. ഇന്നിപ്പോൾ ഇത് വന്നതുകൊണ്ട് വേഗം നേരത്തെ നീറ്റ് വേഗം പറഞ്ഞപ്പോൾ വേഗം നീറ്റു. കൈ കൊടുത്തത് ഉറക്കം തൂങ്ങി നിൽക്കുകയാണ്. നമ്മൾ പറയണതൊക്കെ ഇങ്ങനെ തലയാട്ടുന്നത്. അപ്പോൾ ഇത് ഒന്നുമില്ല, മോന് സ്പൈഡർമാൻ്റെ വലിയൊരു ഫാനാണ്. അപ്പോൾ മോനക്ക് വേണ്ടി സ്പൈഡർമാൻ്റെ ഒരു വാച്ച് ഓർഡർ ചെയ്തിരുന്നു. ആദ്യം ഒരു ബാഗ് ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നു. ആ ബാഗ് ഇവിടെ വന്ന് നോക്കുമ്പോൾ സിബ് തുറന്ന് നോക്കുമ്പോൾ സൈഡ് ഇങ്ങനെ തുന്ന് വിട്ട് പോന്നിക്കുക. അപ്പോൾ ഞങ്ങളത് മടക്കി. അപ്പോഴാണ് ഈ സ്പൈഡർമാൻ്റെ ഇങ്ങനെ ഓരോന്ന് നോക്കിയപ്പോഴാണ് ഇതിൽ സ്പൈഡർമാൻ്റെ വാച്ച് ഉണ്ടത്. അപ്പോൾ കമൻസൊക്കെ നോക്കിയപ്പോൾ നല്ല റിവ്യൂ ആണ്. അപ്പോൾ പിന്നെ എന്നാൽ ഇത് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ സൈഡിൽ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് അമർത്തിയാൽ നമ്മൾ ചുമരുമയ്ക്ക് അടിച്ചാൽ സ്പൈഡർമാൻ്റെ നല്ല ഫോട്ടോസ് കാണാം. അപ്പോൾ ഞാൻ അടുക്കളയ്ക്ക് വന്നപ്പോഴത്തേക്ക് ഇത് ആയ ഇഡ്ഡലിക്കൊക്കെ ഉള്ളതൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പണിയില്ല. അപ്പോൾ ഞാൻ മുന്നിലേക്കൊന്ന് വന്നതാണ്. അവിടെയും കൂടി ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വീട് മാറിയതാണ് ഇപ്പോൾ ഇത്. ആദ്യത്തെ വീടല്ല, എല്ലാവരും വിചാരിക്കും ഇപ്പോൾ വീട് എന്താ ഒരു മാറ്റമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വീട് മാറിയതാട്ടോ. അപ്പോൾ ഞാൻ ഉമ്മാൻ്റെ ഒപ്പം കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇനി മോൾക്ക് സ്കൂളുണ്ട്. അപ്പോൾ സ്കൂളിലേക്ക് അങ്ങനെ ഉച്ച 1 മണി വരെ ക്ലാസ്സുള്ളൂ. അപ്പോൾ അതിക്ക് വേണ്ടിയിട്ടുള്ള പറഞ്ഞേക്കാൻ ഫുഡ് വേഗം കൊടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം, ഇപ്പോൾ അവളെ കൊണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ മോൾക്ക് ഫുഡ് എടുക്കാനും. അപ്പോഴേക്ക് ഇഡ്ഡലി കായ റെഡിയാക്കി കാസറോളിലേക്ക് ഇഡ്ഡലിയൊക്കെ ഇട്ട് വയ്ക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ വന്ന് ഇഡ്ഡലി ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്യാമറ കിട്ടിയാൽ എവിടെയും വീഡിയോ എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ആ വാച്ച്. ഇതിങ്ങനെ ഇതുപോലെ ചുമരുമയ്ക്ക് അടിച്ചാൽ അതിൻ്റെ ഉള്ളിൽ സ്പൈഡർമാൻ്റെ ഫോട്ടോ ഇങ്ങനെ ഓരോ പ്രാവശ്യം അമർത്തുമ്പോഴും ഓരോ ഫോട്ടോ കേട്ടോ. അപ്പോൾ മോളെ പറഞ്ഞയച്ചു. ഇനി അടുത്ത പരിപാടി എനിക്കും മോനക്കും കൂടി ഫുഡ് കഴിക്കാനും. അപ്പോൾ ഇഡ്ഡലീൻ്റെ എണ്ണം കണ്ട് പേടിക്കണ്ട, ഞാനും മോനും കൂടി തിന്നാൻ വേണ്ടി എടുത്തതാണ്. അപ്പം ഞങ്ങൾ ഇഡ്ഡലിയൊക്കെ തിന്നിട്ട് ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കണം. മോനെ കുളിപ്പിക്കാണ്ട്, വീടൊന്ന് ക്ലീൻ ചെയ്യാണ്ട്, അങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ. പിന്നെ ഫുഡിൻ്റെ കാര്യമൊക്കെ ഇമ്മയും ആയും കൂടി നോക്കിക്കോളും. അപ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ല. അപ്പം ഇനി അടുത്ത പരിപാടി എന്നത് വെറുതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂള് എല്ലാവർക്കും 3 ദിവസം ആയതുകൊണ്ട് അധിക ദിവസത്തോടെ കുട്ടികൾ കളിക്കാനുണ്ടാവും. പിന്നെ മീനിക്കുട്ടന് ഒരു പശുവിനെ കാണിച്ചെടുക്കുന്നത്. പശുവിനെ ശരിക്കും കണ്ടിട്ടില്ല. അപ്പോൾ പശുവിനെ കാണിച്ചെടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇനി മോനെ കുളിപ്പിക്കണം. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് ഉമ്മ മുറ്റടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്.
പിന്നെ ഇന്നത്തെ കുക്കിംഗ് ആയാൻ്റെ വകയാണ്. ആയാൻ്റെ സ്പെഷ്യൽ നെയ്ച്ചോറും ആയാൻ്റെ ചിക്കൻ കറിയും അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഞാൻ ഇത് തന്നെ കേട്ടോ ഫോളോ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഉണ്ടാക്കൽ ആയാൻ്റെ നെയ്ച്ചോറും ചിക്കൻ കറി തന്നെയാണ്. അപ്പോൾ അത് ആ നെയ്ച്ചോറിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയുള്ളി, വെളുത്തുള്ളി, പിന്നെ പട്ട, ഗ്രാമ്പ്, ഏലക്കായ, പിന്നെ 2-3-4 പച്ചമുളക്. അപ്പോൾ അത് ഓയിലും നെയ്യും ഒഴിച്ചു അതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പ്, ഏലക്കായ ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക് ഒരു 4 ഇട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു വലിയുള്ളി അതും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, നിറം മാറാൻ പാടില്ല. അപ്പോഴത്തേക്ക് ഇപ്പുറത്തെ ചട്ടിയിൽ ഒരു പാത്രത്തിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ റെഡിയാക്കിയാണ്. ഒരു 1.5 വലിയുള്ളിയും 2-3 പച്ചമുളക്, കരിവേപ്പില, പിന്നെ ഇതിലേക്ക് ചെറുള്ളി ചതച്ചത് കൂടി ഉണ്ട്. ഇതെല്ലാം ചതച്ചതാട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ നെയ്ച്ചോറിനൊക്കെ ഏറ്റവും ടേസ്റ്റുള്ളൊരു കറിയാട്ടത്. അപ്പോൾ ഇതിലേക്ക് ഇതായ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. നമ്മളുടെ ഉള്ളിയൊക്കെ ഇതാ വാടി വരുന്നുണ്ട്. നന്നായിട്ട് വാടണം. അതിന് ശേഷം നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഇടുക. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചെറുള്ളി 3 ഒരേ അളവിൽ വേണം എടുക്കാൻ. അപ്പോഴേക്കും എല്ലാം വാടി നമ്മുടെ ചോറിനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ നെയ്ച്ചോറിൻ്റെ കണക്ക് വരേണ്ട ആവശ്യമില്ല. നമ്മൾ 1 കിലോ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയത്. അതിലേക്ക് അതേ അളവിൽ തന്നെ ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിരുന്നു. അത് ഒഴിച്ചെടുക്കുക. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അരി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ അരിൻ്റെ അനുസരിച്ചിരിക്കും. തേങ്ങാപ്പാൽ വെച്ച ചിക്കൻ കറിയാണ്. അതിന് വേണ്ടിയുള്ള തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഞാനൊരു ചെറിയ പണി തൈര് ഉണ്ടാക്കാൻ നിന്നു. തൈരും അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ നെയ്ച്ചോറ് അടിപൊളി സോഫ്റ്റായിട്ടുള്ള നല്ല വെളുത്ത നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ കുളിക്കാൻ വേണ്ടി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഷർട്ടൊക്കെ കൂടി നനച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് 2ാം പാലാണ്. നല്ല കട്ടി കുറഞ്ഞ 2ാം പാലാണ്. ഇനി ചിക്കൻ വേവേണ്ടത് ഈ 2ാം പാലിലാണ്. അപ്പോൾ ആ ചിക്കൻ വേകുമ്പോഴത്തേക്ക് ഞാൻ ഒന്ന് തുടച്ചിട്ട് വരാൻ വിചാരിച്ച് ഇങ്ങനെ പോന്നു. അപ്പോൾ ഞാൻ ആദ്യം എന്നും തുടയ്ക്കാൻ മുൻഭാഗത്താണ്. അപ്പോൾ ഇങ്ങനെ പോന്നപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള റോസും അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ച് ഇങ്ങനെ മുൻപിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതാ തുടയ്ക്കലാണ്. അപ്പോഴേക്ക് അതിൻ്റെ ചിക്കൻ കറീൻ്റെ ഫസ്റ്റ് വേവ് റെഡിയാവും എന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നത് കേട്ടോ. അപ്പോഴേക്കും മോള് വന്നിട്ടോ. ഓക്ക് 1 മണി വരെ ക്ലാസ്സുള്ളൂ. മോള് വന്നിട്ടുണ്ട്.
മോള് വന്നപ്പോൾ ഇപ്പാൻ്റെ ഒപ്പം വന്നപ്പോൾ എന്നും വരുമ്പോൾ മിഠായി വാങ്ങിയിട്ടാണ് വരിക. അപ്പോൾ അതാ പോപ്കോണൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം കുട്ടികളിങ്ങനെ പൊട്ടിക്കണം കാത്തിങ്ങനെ നിൽക്കണം. കുറേ നേരം മോളോട് യൂണിഫോം മൂടി കുളിക്കാൻ പറയണം. കാരണം സ്കൂളിൽ നിന്ന് വന്നാൽ നമ്മൾ ഇപ്പോൾ കൊറോണ ഒക്കെ അല്ലേ. അപ്പോൾ മോള് കുളിക്കാൻ പോയ നേരത്തേക്ക് ഞാൻ വേഗം ചിക്കൻ പൊരിക്കാൻ വേണ്ടി ആയിട്ടിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ചിക്കൻ കറി റെഡിയായി. അപ്പോൾ അത് ഫസ്റ്റ് പാലാണ്, നല്ല കട്ടിയുള്ള പാല്. അതും കൂടി ഒഴിച്ചാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ഇനി തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ നീ സ്റ്റൗ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് മല്ലിയില കൂടി ഇട്ടുകൊടുത്ത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടോ. അതിലിങ്ങനെ ഗരം മസാല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മല്ലിയില ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഉമ്മ ദാ അടുക്കള അടിച്ചേരിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് മൂപ്പരാൾ ആ കൊട്ടയിലൊക്കെ നീറ്റ് നിൽക്കണം. പിന്നെ മോളെ കുളിയൊക്കെ കഴിഞ്ഞു. ഇതാ മോള് ചോറുണ്ണാണ്. രണ്ടാളും ഫോണിലാണ്, ചോറുണ്ണതും ഫോണിലാണ്. നല്ല ഇനിയിപ്പോൾ നാളെ സ്കൂളില്ലാത്തതുകൊണ്ട് പിന്നെ പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി. ഞാനൊന്ന് വീണതിന് ശേഷമുള്ള ഫുഡ് കഴിക്കലാട്ടപ്പത്. അപ്പോൾ പിന്നെ ഏതായാലും വീഡിയോ അത്ര വരെ എടുത്തിട്ട് ഇനിയിപ്പോൾ വീഡിയോ എടുക്കാണ്ടെന്ന് എടുത്തില്ലെങ്കിൽ മോശം വിചാരിച്ചിട്ട് തിന്നുമ്പോൾ വീഡിയോ എടുത്താണ്. ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വേണ്ടി അടുക്കളയ്ക്ക് പോയപ്പോൾ ഒന്ന് വീണതാണ്. വീണിട്ട് കാലിൻ്റെ ഞരമ്പ് വലിഞ്ഞു. അപ്പം ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇപ്പാൻ്റെ അപ്പാട്ടോ പോണത്, ഇപ്പം ആയൻ്റെ അപ്പ പോണത്. അപ്പോൾ ഇടത്തേക്കാലിനാണ് പരിക്കുണ്ടായിരിക്കുന്നത്. തീരെ നടക്കാൻ വയ്യ. കുറേ നേരം കാത്തിരുന്നൊരു ലക്ഷണം കാണാഞ്ഞപ്പോഴാണ് പോയത്. ഡോക്ടർ പറഞ്ഞത് ഞരമ്പ് വലിഞ്ഞു, ഫുൾ ബെഡ് റെസ്റ്റ്, ഒരാഴ്ചയ്ക്ക് ബെഡ് റെസ്റ്റ് എടുക്കാനാണ് ഭർത്താവ് പറഞ്ഞത്. അപ്പോൾ ഇതാ വീണ്ടും കുറേ മരുന്നുകളായിട്ട് ഒരാഴ്ച റെസ്റ്റിന് വേണ്ടി നിൽക്കണം. ശരിക്കും പറഞ്ഞാൽ നാളെ പോകാൻ നിൽക്കുന്നത് വീട്ടിലേക്ക് പിറ്റേന്ന്. അപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ വീണത്. അപ്പം ഇനി റെസ്റ്റ് എടുത്ത് കിടക്കണം എന്ന് ആലോചിച്ചിട്ടൊരു സമാധാനം. ഇങ്ങനെ മോനെയും മാനേജ് ചെയ്യണ്ടേ. മോനാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഒപ്പം തന്നെ നിൽക്കണത്. ഞാൻ തന്നെ ചോറ് വാരി കൊടുക്കണം, ഞാൻ തന്നെ കുളിപ്പിക്കണം. അങ്ങനെ ഒരു ഇതിലാണ്. എന്തായാലും ഇപ്പോൾ സമയം 7 മണിയാവാനായിട്ടോ. ഒരുപാട് ഞങ്ങൾ 4:30 പോയതാണ്. പക്ഷെ തിരക്ക് കാരണം ഞങ്ങൾക്ക് ടോക്കൺ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം എൻ്റെ കാലിൻ്റെ പണി ഒരു വിധം റെഡി ആയിട്ടുണ്ട്. ഒന്ന് ശരിക്കും കാല് അമർത്തി ചവിട്ടാനും കൂടി പറ്റുന്നില്ല. കസേരമ്മ തൂങ്ങി വേണം നടക്കാൻ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അപ്പോൾ ഇതാ 1 മിനിറ്റ് മതി എല്ലാം മാറിയാന്ന് പറയുന്നത് സത്യമാണ്. 1 മിനിറ്റും എടുത്തിട്ടില്ല ഞാൻ വീഴാൻ. വെള്ളത്തിൽ ചവിട്ടി വീണതാണ്. അപ്പം ഇനി വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഈ ഒരു വിധത്തിലായിട്ടോ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ്.